ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഒക്ടോബർ 7-ാം തീയതി. ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. എന്താണ് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കാൻ കാരണം, എവിടെ നിന്ന് തുടങ്ങി എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന ചെറിയ ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. 1570-ൽ തുർക്കികളുമായിട്ടുള്ള ലപ്പാന്റെ യുദ്ധത്തിൽ ലപ്പാന് തുർക്കികളെ നേരിടാൻ സാധിക്കാതെ വന്നപ്പോൾ മാർപ്പാപ്പ പിയൂസ് 5 ഇപ്രകാരം തന്റെ ജനങ്ങളോട് പറഞ്ഞു: തുർക്കി സൈന്യങ്ങളെ അതിജീവിക്കുക നമുക്ക് അസാധ്യം. കാരണം നമുക്ക് അത്രയും ശക്തമായ സൈന്യം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇന്നു മുതൽ മാതാവിനോട് നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മാതാവിനോടുള്ള ജപമാല നിരന്തരമായി ചൊല്ലിയതിന്റെ ഫലമായി ആ തുർക്കികളുമായിട്ടുള്ള യുദ്ധം ഈസി ആയിട്ട് അല്ലെങ്കിൽ സുലഭമായിട്ട് ജയിക്കാൻ സാധിച്ചു. തുർക്കികളുമായിട്ടുള്ള യുദ്ധം ജയിച്ചതിന്റെ നന്ദി സൂചകമായി 1571 ഒക്ടോബർ 7 പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കഥ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ ജപമാല ഭക്തി നമ്മളെ ഒരുപാട് പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും പാപത്തിലേക്ക് വീഴാൻ പോകുന്ന അവസരങ്ങളിൽ പോലും നമ്മളെ കാത്തു സംരക്ഷിക്കും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ജപമാല മണികൾ, ജപമാല മുത്ത് കയ്യിലുണ്ടെങ്കിൽ മാതാവ് കൂടെ ഉള്ളതിൻ്റെ ഒരു ആ ഫീലിലൂടെ നമുക്ക് മാതാവിൻ്റെ കൂടെ ചേർന്ന് ജപമാല അർപ്പിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.